ഇന്നിപ്പോൾ മഹാന്മാരായ സഹാബത്തിനെ കുറ്റം പറയുന്ന ത്വരീഖത്തിന്റെ പേരിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അതാണ് സർക്കാർ ബാപ്പ. അത് കേന്ദ്ര സർക്കാരും അല്ല, കേരള സർക്കാരും അല്ല. സർക്കാർ ബാപ്പ എന്ന് പറഞ്ഞ ഒരാളും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ വാദം മഹാനായ സയ്യിദ്ന മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു മുനാഫിഖാണ് എന്നാണ്. ബിരുദം വാങ്ങിയ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ അതിൽ പെട്ടുപോയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു മുനാഫിഖാണ് എന്ന് പറഞ്ഞ ക്ലിപ്പുകൾ ഞാൻ ഒരിക്കൽ സമസ്ത കേരള ജമിയത്തുലമയുടെ മുശാവറയിൽ ഈ പറഞ്ഞ കക്ഷികൾക്കെതിരെ ആലിമീങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അത് വെച്ച് കേൾപ്പിച്ചു കൊടുത്തിരുന്നു. നമ്മുടെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ വളരെ ആഴത്തിൽ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് അസ്സവായിഖുൽ മുഹരിഖയും അതുപോലെ വേറെയും പല ഗ്രന്ഥങ്ങളും ഉണ്ട്. അതേപോലെ ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിന് സഹാബത്തിനെ ആക്ഷേപിക്കുന്നതിനെതിരായി ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊക്കെ പരിശുദ്ധ ഖുർആനിലെ എത്രയോ ആയത്തുകളാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളും ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളും അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിയങ്ങളൊക്കെ സഹാബത്തിനെ അംഗീകരിക്കാത്ത ഒരു ഇമാമും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. സഹീഹുൽ ബുഖാരിയാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ ബൃഹത്തായ സഹീഹായ ഗ്രന്ഥം. ആ സഹീഹുൽ ബുഖാരി നമുക്കറിയാം വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ചത്. ഓരോ ഹദീസുകളും രേഖപ്പെടുത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള അനുമതി ലഭിച്ചുകൊണ്ട് അവിടുത്തെ ബറക്കത്തോടു കൂടിയാണ് അതിൽ രേഖപ്പെടുത്തിയത്. ആ സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്തും യുദ്കറു ഖീല യുഖാലു ഇങ്ങനെ തുടങ്ങിയ തംരീദിന്റെ ലഫ്ദുകൾ പറഞ്ഞത് കാണും. തംരീദിന്റെ ലഫ്ദ് പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല. സഹീഹാണോ അല്ലേ എന്ന് ഉറപ്പില്ലാത്ത അഥവാ മഹാനവറുകളുടെ നിബന്ധനക്കനുസരിച്ച് സഹീഹാണോ എന്ന് ഉറപ്പില്ലാത്ത സഹീഹ് തന്നെയായിരിക്കും. പക്ഷേ മഹാനവറുകൾക്ക് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഒത്തു വന്നതല്ലെങ്കിൽ മഹാനവറുകൾ അതിന് തംരീദിന്റെ ലഫ്ദ് ഉപയോഗിക്കും. അതുകൊണ്ട് ഇത് ദഈഫായി കൊള്ളണം എന്നില്ല. അവിടുത്തെ നിബന്ധന അനുസരിച്ച് അത് സഹീഹായി വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരിയിൽ മിമ്പറിന്റെ മേലെ നിന്ന് ഖുത്ബ ഓതുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായമുണ്ട്. മിമ്പർ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പർ നിർമ്മിച്ചു കൊടുത്തു. ആ മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതി. അപ്പോഴാണ് നേരത്തെ ചാരി നിന്ന് ഖുത്ബ ഓതിയിരുന്ന ഈത്തപ്പനയുടെ കഷ്ണം വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം തൊട്ടുകിട്ടുന്ന ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയ വേദന കൊണ്ടായിരുന്നു. അത് ഒരു ജീവിയല്ല, ഒരു മരക്കഷ്ണമാണ്. പക്ഷെ ആ മരക്കഷ്ണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം ഉണ്ട്. അതൊരു കേവല സാധാരണ മനുഷ്യനല്ലെന്ന് ആ മരക്കഷ്ണത്തിനറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവല സാധാരണ മനുഷ്യനാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയും മുജാഹിദും ഒക്കെ യാതൊരു മടിയുമില്ലാതെ എഴുതി വെച്ചത് നമുക്കറിയാം. ഒരു മരക്കുറ്റിയുടെ വിവരമില്ലാത്തവരായി പോയി അവർ എന്നതല്ലേ അതറിയിക്കുന്നത്. ആ പൊട്ടിക്കരഞ്ഞ് ചെറിയ കുട്ടികൾ കരയുന്ന പോലെ ഹദീസിലുള്ളത് അതേ ഒട്ടകം കരയുന്നത് പോലെ കരഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് അതിനെ നെഞ്ഞോട് കൂട്ടിപ്പിടിച്ച് അതിനെ സമാധാനിപ്പിച്ചു എന്നും ഹദീസിൽ കാണാം. ആ മിമ്പറിന്റെ മേലെ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ഓതിയ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. മിമ്പറിന് വലിയ പ്രത്യേകതയുണ്ട്. മിമ്പർ എന്തിനുള്ളതാണ്? മിമ്പർ എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഖുത്ബ നിർവഹിക്കാനുള്ളതാണ്. എന്നാൽ അതേ മിമ്പറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. മിമ്പറിന്റെ മുകളിൽ നിന്ന് നിസ്കരിച്ചു. അതെന്തിനാണ് നിസ്കരിച്ചത്? നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങൾ
സഹാബികൾ ശരിക്കും കണ്ടു മനസ്സിലാക്കാനാണ്. സ്റ്റേജ് വന്ന് ചെയ്യുന്നത് കാണുമ്പോലെ ചോടേ നീത കാണൂലല്ലോ. അപ്പൊ ജനങ്ങൾക്ക് നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് നിസ്കരിച്ചു. മിമ്പർ വന്ന് നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുജൂദ് ചെയ്യാൻ കഴിയൂലല്ലോ. കാരണം ഖിബലക്ക് തിരിഞ്ഞല്ലേ നിസ്കരിക്കുക. മിമ്പർ ഉണ്ടാകുക നേരെ തലത്തീസ് ഇങ്ങോട്ടേക്കല്ലോ. അതുകൊണ്ട് റജഅൽ ഖഹ്ഖറ, നബി തങ്ങൾ മിമ്പറിൽ നിന്ന് ബേക്കോട്ടേക്ക് നീങ്ങി താഴെ വന്നിട്ട് സുജൂദ് നിർവഹിച്ചു എന്നും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഇതറിയിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടിയ അറിവ് അത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ അതെല്ലാം അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും ആരാധനകളും പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഹദീസ് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ മിമ്പറിന്റെ മേലെ ഖുതുബ ഓതുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായത്തിൽ നമുക്കൊരു ഹദീസ് കാണാം. മഹാനായ സയ്യിദുനാ മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഇരുന്നു. ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് വിളിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി ഇരിക്കുമ്പോ എത്രയോ നൂറുകണക്കിന് സഹാബികളുണ്ട്. ആ കാലഘട്ടത്തിൽ എത്രയോ സഹാബികളുണ്ട്. ബഹുമാനപ്പെട്ടവര് മിമ്പറിൽ കയറി ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഇരുന്നപ്പോ മുഅദ്ദിൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു അതിന് ഇജാബത്തായിട്ട് 4 പ്രാവശ്യം തക്ബീർ ചൊല്ലി. അങ്ങനെ തുടങ്ങിയിട്ട് ആ ഹദീസ് നമുക്ക് കാണാം. ഇവിടെ ഞാനിതെന്തിനാണ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടി ഹദീസ് രേഖപ്പെടുത്തുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹാബത്തിൽപ്പെട്ട പ്രമുഖനായ സഹാബിയായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സഹാബിയല്ല. നബി സല്ലല്ലാഹു നിങ്ങളുടെ അളിയനും കൂടിയാണ്. നബി തങ്ങളുടെ ഭാര്യയുടെ ആങ്ങളയും കൂടിയാണ്. അവിടുത്തെ അസ്ഹാറിനെ കുറ്റം പറയുന്നവർക്കെതിരെ അവിടുന്ന് പ്രത്യേകം സംസാരിച്ചിട്ടുണ്ട്. ആ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ നടന്ന യുദ്ധം അതൊരിക്കലും രാഷ്ട്രീയ വടംവലിയായിരുന്നില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അത് അവർക്ക് ഇജ്തിഹാദിലുണ്ടായിരുന്ന വ്യത്യസ്ത വീക്ഷണമായിരുന്നു. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇത് ജിത്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ. ഒരു മുജ്തഹിദായ വ്യക്തി ഒരു വിഷയത്തിന്റെ നിയമം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച് നിയമം കണ്ടെത്തി അത് ഏറ്റവും നല്ല അഭിപ്രായമായി കിട്ടിയാൽ 2 പ്രതിഫലമുണ്ട്. അതേ സമയത്ത് വൈദാ അഖ്തഅ ഫലഹു അജ്റുൻ വാഹിദുൻ, ഏറ്റവും നല്ലത് എത്തിക്കാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ട്. ഏറ്റവും നല്ലത് എന്നത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മവാഹിബുൽ ജലീൽ പറഞ്ഞ വിശദീകരണമാണ്. കാരണം എല്ലാ അയിമ്മത്തും പറഞ്ഞത് നല്ല തന്നെയാണ്. കൂടുതൽ നല്ലത് ഏത് എന്നാണ് അയിമ്മത്തിനിടയിലുള്ള വീക്ഷണ വ്യത്യാസത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്. അതിരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊന്ന ജനങ്ങൾ, ആ കൊന്ന ആളുകൾക്കെതിരിൽ ഉടനെ അവർക്കെതിരിൽ തീരുമാനമെടുക്കണം എന്നതായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം. ആ ആവശ്യം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എന്താണ്? ഇപ്പോൾ പെട്ടെന്ന് അവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ഇവിടെ വലിയ കുഴപ്പവും ബഹളവും സംഭവിക്കും. അതുകൊണ്ട് ഭരണമൊക്കെ ഒന്ന് റെഡിയായി കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഓരോരുത്തരെയായി നമുക്ക് വിചാരണ ചെയ്ത് വേണ്ട നടപടി സ്വീകരിക്കാം എന്നതായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. അലി റളിയല്ലാഹുവിന്റെ ആ വീക്ഷണം വളരെ ബുദ്ധിപരമായ വളരെ നല്ല വീക്ഷണമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം അങ്ങനെ അവരങ്ങനെ വിട്ടാൻ പറ്റുമോ? അവരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണ്ടേ എന്നുള്ള വീക്ഷണമാണ്. അതും ഒരു വീക്ഷണം തന്നെയാണ്. ഈ 2 സഹാബികൾക്കിടയിലുണ്ടായ ആ വീക്ഷണ വ്യത്യാസം അത് ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദിന്റെ വ്യത്യാസത്തിന്റെ പേരിലാണ് അവസാനം അത് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. 2 പേരും സ്വർഗത്തിലാണ്, അവരെ കൂടെയുള്ളവരും സ്വർഗത്തിലാണ്.
അത് ഞാൻ പറഞ്ഞതല്ല, അലി റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. ഖത്ലായ വഖത്ലാ മുആവിയ ഫിൽ ജന്ന. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം നിന്നിട്ട് മരിച്ചവർ, എന്റെ പക്ഷം നിന്നിട്ട് മരണപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, രണ്ടു കൂട്ടരും സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചത് അലി റളിയല്ലാഹു അൻഹു ആണ്. അത് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ അറിവില്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ബിരുദമെടുത്ത ചെറുപ്പക്കാരായ പണ്ഡിതന്മാര് തന്നെ അവർ ഒന്നും കൂടുതലായി പഠിക്കാതെ ഖുർആനും ഹദീസും എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാതെ മഹാന്മാരായ സഹാബത്തിന്റെ മുനാഫിഖുകളായി ചിത്രീകരിക്കുന്ന വിധത്തിൽ അധപ്പതനം സംഭവിച്ചു പോയി നമ്മുടെ കേരളത്തിൽ. എന്തൊരു സങ്കടമാണ്. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരാകണം. നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ പഠിപ്പിച്ചതിനെതിരെ ആരെന്തുവെന്ന് പറഞ്ഞാലും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. നമ്മളെ ഇമാമിങ്ങൾ എല്ലാ വിഷയത്തിലും ഗ്രന്ഥങ്ങൾ രചിച്ചു വെച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രഗത്ഭന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്ക് ഈ വിഷയത്തിലെല്ലാം ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും അറിവും കിട്ടിയത് എങ്ങനെയാണ്? അവിടുന്ന് ഒരു മിനിറ്റ് സമയം നഷ്ടപ്പെടുത്താതെ എപ്പോഴും കിതാബുകൾ നോക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ തന്നെ അവിടുന്ന് ശ്രദ്ധ ചെലുത്തി. ആ മഹാനവറുകൾ അവിടത്തേക്ക് ചെറിയ വയസ്സുള്ള സമയം അവിടുന്ന് ഫത്വ കൊടുക്കാൻ എല്ലാ ഇമാമിയങ്ങളും അന്ന് അത്തക്കാലത്തുള്ള മുഴുവൻ ഗുരുനാഥന്മാർ ബഹുമാനപ്പെട്ടവരോട് ഫത്വ നൽകാൻ ആവശ്യപ്പെട്ടു. കാരണം അതിന് യോഗ്യനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു എന്ന് ഉസ്താദുമാരെല്ലാവരും ഒരുപോലെ തീരുമാനിച്ചു. അങ്ങനെ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഫത്വ നൽകിയ മഹാനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ. അവിടുത്തെ ഫതാവൽ കുബ്രയുടെ മുഖദ്ദിമ നോക്കിയാൽ ഫതാവൽ കുബ്രയിലുള്ള ഫത്വകളൊക്കെ സമാഹരിച്ച അവിടുത്തെ ശിഷ്യൻ ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി അതിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി കാണാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഫായിസുദ്ദുറിലും കാണാം. ആ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് അസൂയ വെച്ചവരും ശല്യം ചെയ്തവരും ഉണ്ടായിരുന്നു. ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുരുനാഥന്മാരിൽ വളരെ വലിയ പ്രമുഖനായ ഒരു ശൈഖാണ്, വലിയ ആത്മീയ ചൈതന്യമുള്ള ശൈഖാണ് ഇബ്നു അബിൽ ഹമാഇൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വളർത്തിയെടുത്തതാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെ. ശേഷം ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ധാരാളം വലിയ വലിയ ഇമാമിങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇമാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു കാണുമ്പോഴൊക്കെ അത് ആയിരുന്നു കൊടുക്കും, അല്ലാഹു തആല നിങ്ങളെ ഒരു ഫഖീഹാക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കും. കാരണം അത്രയും വലിയ താല്പര്യമായിരുന്നു ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമു പഠിക്കുന്നവർ നമ്മൾ തികഞ്ഞു എന്ന് മനസ്സിലാക്കാതെ എപ്പോഴും കിതാബുകൾ നോക്കിക്കൊണ്ടേ ഇരിക്കണം. അവരുടെ ജീവിതത്തിൽ അവർ വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തന്നെ ഖൈറാത്തുൽ ഹിസാൻ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയാൻ ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കിതാബുകളിൽ വളരെയേറെ ബൃഹത്തായ ഒരുപാട് അറിവുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. എല്ലാ സമയത്തും മുതഅല്ലിമീങ്ങൾ, ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഇൽമുമായി ജോലിയായിക്കൊണ്ടേയിരിക്കണം. ഇത് തന്നെയായിരുന്നു ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവമെന്ന് ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരും എഴുതി വെച്ചതായി കാണാം. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ഈ ഉമ്മത്തിന്, പ്രത്യേകിച്ചും ശാഫിഈ മദ്ഹബിൽ അനുകരിക്കുന്ന പണ്ഡിതന്മാർ, വലിയ മാതൃകയുള്ള രണ്ട് പണ്ഡിതന്മാരെ നൽകിയതാണ്. ഒന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും മറ്റൊന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ എന്ന പേര് ലഭിക്കാൻ കാരണം ഉപ്പാപ്പ ആവശ്യമുള്ളതിന് മാത്രമേ സംസാരിക്കുള്ളൂ. സംസാരം വളരെ കുറച്ചാണ്. അതുകൊണ്ട് ആ സുംത്തിന്റെ കാരണം കൊണ്ടാണ് ഹജർ
എന്ന പേര് ലഭിക്കാൻ നിമിത്തമായത് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം.